الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن اللهم لك الحمد والشكر لكل نعمة أنعمت علينا من جديد أو قديم من سر أو علانية من ظاهر أو باطن كبت عدونا وأظهرت أمننا وأحسنت معافاتنا ومن كل ما سألناك ربنا أعطيتنا فلك الحمد حتى ترضى ولا حول ولا قوة إلا بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടും അവന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും അവനെ അനുസരിച്ചുകൊണ്ടും തഖ്വയോടുകൂടി ജീവിക്കുവാനും അവന്റെ വിധിവിലക്കുകൾ മാനിച്ച് കഴിയുവാനും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സന്ദർഭം അല്ലാഹു സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു തന്നിട്ടുള്ള സന്ദർഭമാണ്. അതിലും വിശേഷമായ ഒരു മുഹൂർത്തം വെള്ളിയാഴ്ചയിലുള്ളത് ഇമാമ് മിമ്പറിൽ കയറി ഇറങ്ങുന്നത് വരെയുള്ള സമയമാണെന്നും മറ്റൊരു ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് പ്രാധാന്യവും ഈ സന്ദർഭത്തിന് കൽപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും മുസ്ലിം സമുദായത്തെയും സമുദായത്തിലെ നേതാക്കന്മാരെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ മുഴുവൻ നേതാക്കന്മാരെയും അണികളെയും പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകണമേ. അല്ലാഹുവേ, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അവർക്ക് നീ തുറന്നു കൊടുക്കണമേ. അതുവഴി ഖിയാമത്തു നാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ചുകൊണ്ട് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ. ഇന്ത്യ രാജ്യത്തിനും ഇന്ത്യൻ സമൂഹത്തിന് പൊതുവിലും
മുസ്ലിം സമൂഹത്തിന് വിശേഷിച്ചും വിധിനിർണായകമായ നാളെയുടെ പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അപഗ്രഥിച്ച് മനസ്സിലാക്കുവാനും നിലപാട് സ്വീകരിക്കുവാനും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം ബാധ്യസ്ഥരാണ്. മണി, മീഡിയ, മാഫിയ എന്നീ ദുശ്ശക്തികളുടെ പിടുത്തത്തിൽ അമർന്ന നമ്മുടെ നാട്ടിലെ ജനാധിപത്യ ഭരണക്രമം ഭാവിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആശയും ആശങ്കകളും ഭയവും ജനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഖൈറു ഉമ്മത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മുസ്ലിം സമുദായം അവധാനതയോടും ആർജവത്തോടും ആത്മവിശ്വാസത്തോടും വീണ്ടും വിചാരത്തോടും നിലപാടുകൾ സ്വീകരിക്കുവാൻ തീർച്ചയായും കടപ്പെട്ടവരാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായപ്പോൾ അവരേത് രൂപത്തിൽ നേരിട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രതിസന്ധികളെ ഏത് രൂപത്തിൽ തരണം ചെയ്തു? മുസ്ലിം സമൂഹത്തെ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ തുറിച്ചു നോക്കിയപ്പോൾ ഏത് രൂപത്തിൽ സംഭവഗതികളെ വിശകലനം ചെയ്യണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്? ഇവയുടെയെല്ലാം അടിസ്ഥാനത്തിലാവണം ജീവിക്കുന്ന ഒരു സമൂഹം നിലപാടുകൾ കൈക്കൊള്ളേണ്ടത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായ മാർഗരേഖ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സലഫുസ് സാലിഹുകളും താബിഈങ്ങളും അവരുടെ ജീവിത കർമ്മ മാതൃകകൾ ഈ വിഷയത്തിൽ വേണ്ടുവോളം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരുടെയും മനസ്സിൽ സദാ നിൽക്കേണ്ട ഒരു ഉത്ബോധനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദ് യുദ്ധത്തിന്റെ പരാജയ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തോട് പറയുന്നുണ്ട്. ആമുഖമായി ആലു ഇമ്രാനിലെ ആ ആയത്ത് നമുക്ക് ഉദ്ധരിക്കാം. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലയോ സത്യവിശ്വാസികളെ, സംഭവിച്ചു കഴിഞ്ഞ പരാജയത്തിൽ മനം നൊന്ത് നിങ്ങൾ ഒരിക്കലും ദുർബല ചിത്തരാകുവാൻ പാടില്ല. ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കാകുലരാകുവാനോ ദുഃഖിക്കുവാനോ നിങ്ങൾക്ക് ഒരിക്കലും അനുവാദമില്ല. വിശ്വാസികളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെങ്കിൽ നിങ്ങളാണ് ജേതാക്കൾ എന്ന ധാരണ നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായി വേണം. ഇൻ യംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലുഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. നിങ്ങൾക്കൊരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുപക്ഷത്തിന് ഇതുപോലെയുള്ള ഒരു ക്ഷതം പണ്ടും സംഭവിച്ചിട്ടുണ്ട്. വിജയത്തിന്റെയും പരാജയത്തിന്റെയും ദിനങ്ങൾ, ഉത്ഥാന പതനങ്ങളുടെ ദിവസങ്ങൾ നാം തീർച്ചയായും ജനങ്ങൾക്കിടയിൽ കറക്കിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലപാട് സ്വീകരിക്കുന്നത്? 4 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം നാനാരൂപത്തിലും ഭീഷണികൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ആസുരമായ പ്രവർത്തനങ്ങളാൽ സമുദായത്തിന്റെ സാംസ്കാരികമായ വ്യക്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന പതിതാവസ്ഥയിൽ ചുറ്റും ശത്രുക്കൾ നിഴൽ വിരിച്ചിരിക്കുന്ന ഭയങ്കരമായ ഒരു പരിതോവസ്ഥയിൽ തീർച്ചയായും നാം ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ നടപടിക്രമത്തിൽ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ്.
വലിയഅലമല്ലാഹുല്ലദീന ആമനൂ, നിങ്ങളിലുള്ള വിശ്വാസികൾ ആരാണെന്ന് അല്ലാഹുവിന് അറിയേണ്ടതുണ്ട്. ഒന്ന്, വയത്തഖിദ മിൻകും ശുഹദാഅ, നിങ്ങളിൽ നിന്നും സന്മാർഗത്തിന് സാക്ഷികളെ അല്ലാഹുവിന് സ്വീകരിക്കേണ്ടതുണ്ട്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. മൂന്നാമത്, വലിയുമഹ്യിസല്ലാഹുല്ലദീന ആമനൂ വയംഹഖൽ കാഫിരീൻ, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നിരന്തരമായി തന്നുകൊണ്ട് ഈ സമുദായത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. പരീക്ഷണങ്ങളുടെ തീക്കനലിൽ ഇട്ട് ഈ സമൂഹത്തിന്റെ ആത്മാർത്ഥമായ പ്രതിബദ്ധത സ്ഫുടഭാഗം ചെയ്തെടുത്ത് പരീക്ഷിച്ചറിയുവാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. കൂടാതെ അവിശ്വാസികളായ ജനതയെ കൊമ്പുകുത്തിക്കുവാനും അല്ലാഹു ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയാണ് പരാജയത്തിന്റെയും വിജയത്തിന്റെയും ദിനങ്ങൾ. ഉത്ഥാന പതനത്തിന്റെ നിരവധി സംഭവങ്ങൾ ഈ സമുദായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുമ്പോൾ, ഇതിന് സമാനമായ സംഭവങ്ങൾ ചരിത്രത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഖുർആനിക സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവഗതികളെ തീർച്ചയായും നാം വിലയിരുത്തേണ്ടത്. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സമൂഹം ഭാവിയെ സംബന്ധിച്ച ആശങ്കകളും ഭയവും വെച്ചു പുലർത്തുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥകൾ സമുദായത്തിലും സമൂഹത്തിലും ഉണ്ടായിട്ടില്ലേ? നാം ചരിത്രം പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ നിർദ്ദേശപ്രകാരം ഇസ്ലാമിക പ്രബോധനത്തിന് ഇറങ്ങിത്തിരിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടില്ലേ? ജസീറത്തുൽ അറബ് അഥവാ അറബ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ബഹുദൈവാരാധകരായ ശത്രുക്കൾ മുന്നേറ്റം നടത്തി ഇസ്ലാമിന്റെ പ്രകാശം ഊതിക്കെടുത്തുവാൻ വേണ്ടി ഒരു വശത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശ രംഗത്ത് ഇറാഖ് കേന്ദ്രമാക്കി ബൈസാന്റിയൻ സാമ്രാജ്യത്വവും റോമ ക്രൈസ്തവ മേധാവിത്വവും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രവാചകനുമെതിരിൽ യുദ്ധസന്നാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മദീനയിൽ നിവസിക്കുന്ന ജൂതന്മാർ ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നുളൈർ, ഖൈബർ എന്നീ യുദ്ധമുഖങ്ങളിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ജൂത സിയോണിസ്റ്റ് ശക്തികളുമായി കൈകോർത്ത് ഇസ്ലാമിനും മുസ്ലിമിനും പ്രവാചകനുമെതിരിൽ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വലതജിദന്ന അശദ്ദന്നാസി അദാവത്തൽ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ, സത്യവിശ്വാസികളോട് ആജന്മ ശത്രുത, നിതാന്തമായ വൈരം, എന്നുമെന്നും കാത്തു സൂക്ഷിക്കുന്ന വൈരാഗ്യം ആർക്കാണുള്ളത്? ജൂതന്മാർക്കും അതുപോലെ ബഹുദൈവാരാധകരായ ആളുകൾക്കും. ചരിത്രത്തിൽ ഇതിന് ഉദാഹരണങ്ങൾ ധാരാളമായി കഴിഞ്ഞു. ബനു ഖുറൈളയിലെയും ബനു ഖൈനുഖായിലും അതേപോലെയുള്ള ഖൈബറിലും അതേപോലെയുള്ള സംഭവങ്ങളിലും യുദ്ധമുന്നണികളിലും ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ആ കാലഘട്ടത്തിൽ എന്തെല്ലാം വിദ്യകളാണ് വാസ്തവത്തിൽ പ്രയോഗിച്ചത്? അതേ ജൂതന്മാർ ഈ കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരിൽ ഉപജാപങ്ങൾ മെനയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വീട്ടിന്റെ ചുമരിന് താഴെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കല്ല് തല്ലിയിട്ട് കൊല്ലുവാൻ മുതിർന്നത് വാസ്തവത്തിൽ ജൂതന്മാരായിരുന്നു. ഖൈബറിൽ ഒരു ജൂത വനിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി സദ്യയൊരുക്കി വിഷാംശം കലർത്തിയ ആട്ടിൻ കുറക് സമ്മാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നു എന്ന വ്യാജേന അപായപ്പെടുത്തുവാൻ പരിശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ആട്ടിൻ കുറക് കയ്യിലെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഅ്ജിസത്ത് എന്ന് പറയാവുന്ന രൂപത്തിൽ ആ ആട്ടിൻ കുറക് നബിയോട് സംസാരിക്കുന്നു. കഫൂഹ ഇന്നഹാ മസ്മൂമ, അല്ലയോ റസൂലേ, താങ്കൾ അത് കഴിക്കാൻ പാടില്ല, അതിൽ വിഷം ചാർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിക്കുന്നു. നബിയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബിമാർ
ആ മാംസം ഭുജിക്കുവാൻ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഫ്ഫുഹാ ഫഇന്നഹാ മസ്മൂമ, കഴിക്കരുത്, അതിൽ വിഷാംശമുണ്ട്. ആ വിഷാംശത്തിന്റെ അല്പം രുചിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അന്ത്യനിമിഷങ്ങളിൽ സക്കറാത്തുൽ മൗത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹായുടെ മടിയിൽ തലവെച്ച്, യാ ആയിഷ ഇന്നലിൽ മൗത്തിൽ സക്കറാത്ത്, ആയിഷ മരണത്തിന് പ്രയാസകരമായ സഞ്ചാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് ഖൈബറിൽ കഴിച്ച ആ വിഷാംശമുള്ള ആട്ടിന്റെ കുറക് വാസ്തവത്തിൽ എന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കിടക്കയിൽ പോലും ഷഹാദത്ത് വരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പതനത്തിലേക്ക് തള്ളിവിട്ടത് ആരാകുന്നു? ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒരുപോലെ ഇസ്ലാമിനോട് ശാസ്ത്രവും പുലർത്തിക്കൊണ്ടിരിക്കുന്ന അതേ ജൂതന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ നിരന്തരമായി യുദ്ധ പരമ്പരകൾ സംഭവിക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കുമിടയിൽ. ഹത്താ യഖ്തബി അൽ യഹൂദി ഖൽഫൽ ഹജരി വശജർ, ജൂതൻ വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും മറവിൽ അഭയത്തിന് വേണ്ടി ഒളിച്ചിരിക്കും. വയഖൂലുൽ ഹജർ വശജർ യാ മുസ്ലിം യാ അബ്ദല്ലാഹ് തആൽ, അല്ലയോ മുസ്ലിമേ, അള്ളാഹുവിന്റെ ദാസ വരൂ, എനിക്ക് പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, തആൽ ഫഖ്തുലുഹു, അവനെ കൊല്ലൂ എന്ന് കല്ലും മരവും പോലും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. ആ ജൂതന്മാർ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരിൽ ഉപജാപങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയേണ്ടതുണ്ട്, ചരിത്രത്തിൽ ഒരുപാട് വേരുകൾ ഈ സംഭവത്തിനുണ്ട്. വിദേശത്തുള്ള ശക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഈ രൂപത്തിൽ ശത്രുതാപരമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശക്തിക്ക് കരുത്തു പകരാൻ ഉബയ്യ് ഇബ്നു സുലൂലിന്റെ നേതൃത്വത്തിൽ കപടവിശ്വാസികളുടെ 5-ാം പത്തി ഇസ്ലാമിനെ തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ശത്രുക്കൾ പടനയിച്ചുകൊണ്ടിരുന്നപ്പോൾ 23 കൊല്ലക്കാലത്ത് നിരന്തരമായ പ്രബോധന പ്രവർത്തനത്തിന്റെ അവസാനം ലോക ചരിത്രത്തിൽ നിസ്തുലമായ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിക രാഷ്ട്രത്തിനും അടിത്തറ പാകി എന്നത് ചരിത്രത്തിൽ നിഷേധിക്കാനാവാത്ത സത്യമാണ്. നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന് ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ മലരേണ്ടി വന്ന് വിജയിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിലും അതേ പ്രവാചകന് നിയോഗിച്ച അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുവാൻ ബാധ്യസ്ഥമായ മുസ്ലിം സമുദായം സമാനമായ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ചരിത്രം തീർച്ചയായും സാക്ഷിയാണ്. ചരിത്രത്തിൽ വർഗസംഘട്ടനമല്ല, വർഗീയ സംഘട്ടനമല്ല, സത്യവും അസത്യവും തമ്മിലെ സംഘട്ടനമാകുന്നു നടക്കാൻ പോകുന്നത്. ഹക്കും ബാത്തിലും തമ്മിൽ, ഖൈറും ശർറും തമ്മിൽ, വലാലത്തും ഹിദായത്തും തമ്മിൽ, ഇസ്ലാമും ജാഹിലിയത്തും തമ്മിൽ, ഈമാനും കുഫറും തമ്മിൽ നിരന്തരമായ സമരം ചരിത്രത്തിൽ കഴിഞ്ഞതുപോലെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഉണ്ടാകും എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തോട് നിതാന്ത ശാസ്ത്രമുള്ള ഇബ്ലീസിനെയും അള്ളാഹു സൃഷ്ടിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ എതിർക്കുവാൻ ശത്രുവായ ഫിർഔനെയും അള്ളാഹു സൃഷ്ടിച്ചില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുവാൻ നമ്രൂദിനെയും അള്ളാഹു സൃഷ്ടിച്ചില്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി വന്നപ്പോൾ ആ ശ്രമങ്ങളെ എത്രയും പരാജയപ്പെടുത്തുവാൻ അബൂജഹലും അബൂലഹബും പരിശ്രമിച്ചില്ലേ? ഉടയാടകളും അതേപോലെയുള്ള വേഷഭൂഷാദികളും രൂപഭാവങ്ങളും വ്യത്യസ്തമാണെങ്കിലും ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിലും അബൂജഹലിന്റെയും അബൂലഹബിന്റെയും ഇതുപോലെയുള്ള ആളുകൾ ഇസ്ലാമിനെതിരിൽ ഉപജാപങ്ങൾ മെനയുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് എന്നോടും നിങ്ങളോടും വ്യക്തമായ രൂപത്തിൽ പഠിപ്പിക്കുന്നു. വകദാലിക്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലാണ് സംഭവങ്ങൾ. വകദാലിക, അപ്രകാരം ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ, എല്ലാ പ്രവാചകന്മാർക്കും അധർമ്മകാരികളായ ജനതയിൽ നിന്നും ശത്രുക്കളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ശത്രുക്കളോട് പടവെട്ടി
പ്രതികൂലമായ സാഹചര്യങ്ങളോട് മല്ലടിച്ച് ഇസ്ലാമിന്റെ യശോധാവല്യം ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കാട്ടുവാൻ ബാധ്യസ്ഥമാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ അനുയായികൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവരും തീർച്ചയായും ഈ ചരിത്രത്തെ തുടരുവാൻ നിർബന്ധിതരാകുന്നു. ഇതാകുന്നു വാസ്തവത്തിൽ വഖഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുവാൻ അല്ലാഹു മതി, നിങ്ങളെ സഹായിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടാകും. ഇത് സൂറത്തുൽ ഫുർഖാനിൽ പറയുമ്പോൾ സൂറത്തുൽ അൻആമിൽ അല്ലാഹു ഇതേ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യുഹീ ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ. ഇതേപോലെ ഓരോ പ്രവാചകനും അല്ലാഹു ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. വഞ്ചനാത്മകമായ മോഹനവാക്യങ്ങൾ പരസ്പരം ബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട ശത്രുക്കളെ ഓരോ പ്രവാചകന്റെ കാലഘട്ടത്തിലും ആ പ്രവാചകന്മാരുടെ പ്രബോധനം പരാജയപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു ശത്രുക്കളായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഇതേ കാലഘട്ടത്തിലും അതേ ശക്തിയോടുകൂടി ആവർത്തിക്കും എന്നാണ് സത്യവിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമമാകുന്നു ഇത്. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വഹയിന്റെ ബസീറത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, യൂശക്കുൽ ഉമമു അൻ തതദാഅ അലൈക്കും കമാ തതദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ. വിശന്നവർ ഭക്ഷണത്തളികയുടെ മേൽ ചാടി വീഴുന്ന രൂപത്തിൽ ഇതര സമുദായക്കാർ, ഇതര സംസ്കാരക്കാർ, ഇതര പ്രത്യയശാസ്ത്രക്കാർ നിങ്ങൾക്കെതിരിൽ ആക്രമണോത്സുകമായ രൂപത്തിൽ ആഞ്ഞു വീഴാൻ അടുത്തിരിക്കുന്നു കാലം. സഹാബികൾ സ്വാഭാവികമായും ചോദിക്കുന്നു, അമിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ന്യൂനപക്ഷമായിരിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, ബൽ അൻതും കസീർ കസീറുൻ കഗുസാഇസ് സൈൽ, നിങ്ങൾ മഹാഭൂരിപക്ഷമായിരിക്കും. ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പെട്രോ ഡോളറിന്റെ ഉടമകളായിരിക്കും നിങ്ങൾ. ബില്യൺ ബില്യൺ കണക്കിൽ അംഗസംഖ്യയുണ്ടാകും. പക്ഷേ മലവെള്ളത്തിലെ നുര പോലെ സാംസ്കാരികമായ അസ്തിത്വം, ആദർശപരമായ വ്യതിരിക്തത നഷ്ടപ്പെട്ടവരായിരിക്കും നിങ്ങൾ. സമുദ്രോപരിതലത്തിൽ ആന്തോളനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന പൊങ്ങുതടി കണക്കയായിരിക്കും നിങ്ങൾ. ജനങ്ങൾക്ക് പിറകെ പോകുന്ന വ്യക്തിത്വം നഷ്ടപ്പെട്ടവരായിരിക്കും നിങ്ങൾ. ആ കാലഘട്ടത്തിൽ അറിയാമോ നിങ്ങളുടെ ദുര്യോഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലയൻസഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവിക്കുമുൽ മഹാബത അൻകും, ശത്രു ഹൃദയത്തിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ചുള്ള ഗൗരവം അള്ളാഹു ചോർത്തിക്കളയും. പ്രതിയോഗികളുടെ മനസ്സിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ചുള്ള ബഹുമാനവും ആദരവും, നിങ്ങളെ സംബന്ധിച്ചുള്ള മതിപ്പും അള്ളാഹു ചോർത്തിക്കളയും. വലയഖദിഫന്ന ഫീ ഖുലൂബിക്കുമുൽ വഹൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിൽ ദൗർബല്യം ഇട്ടുതരും. എന്നിട്ട് സഹാബികൾ ചോദിക്കുന്നു, വമൽ വഹൻ യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, എന്താണ് വാസ്തവത്തിൽ ദൗർബല്യമെന്ന് പറഞ്ഞാൽ നബി തിരുമേനി പറയുന്നു, ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള അതിരറ്റ ആസക്തി. ഏത് നിലക്കും ഭൗതിക സുഖാഡംബരങ്ങൾ വാരിപ്പിടിക്കണം എന്ന മനസ്സായിരിക്കും നിങ്ങളെ ഭരിക്കുന്നത്. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും. ഈ രണ്ട് സവിശേഷതകളായിരിക്കും ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുക. അത് തന്നെയാണ് വാസ്തവത്തിൽ സമുദായത്തിന്റെ പരാജയത്തിന് കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമുദായത്തെ പിടികൂടിയിരിക്കുന്ന പരാജയത്തിന് വ്യക്തമായ കാരണങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന പുതിയ കാലാവസ്ഥയിൽ ഈ ഹദീസിനെ നാം മനസ്സിലാക്കുകയും അപഗ്രഥിച്ച് നമ്മുടെ സ്വന്തം ജീവിതത്തിലും സമൂഹത്തിലും അത് എത്രത്തോളം അർത്ഥവത്താണെന്ന് പാഠം ഉൾക്കൊള്ളുകയും വേണ്ടതുണ്ട്. ഇതിനേക്കാൾ പ്രയാസകരമായ ഒരു കാലഘട്ടം മുസ്ലിം സമൂഹത്തിൽ കഴിഞ്ഞുപോയിട്ടില്ലേ? ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ കോടിക്കണക്കായ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കൂ. ഇതിനേക്കാൾ ദയനീയമായ സാഹചര്യം സമുദായത്തിൽ കഴിഞ്ഞുപോയിട്ടില്ലേ?
ഈ സമൂഹത്തിന് നേതൃത്വം നിരാശയിൽ അകപ്പെട്ടുപോയ ചരിത്ര സംഭവം വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ലേ? ചരിത്രത്തിൽ വ്യക്തമായ രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്തിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ മദീനയിലും മക്കയിലും എന്താണ് സംഭവിച്ചത്? മുസ്ലിങ്ങൾ നിസ്സഹായരായി. മുസ്ലിം നേതൃത്വം എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ കണ്ട് ഇതികർത്തവ്യത മൂഢനായി ഭാവിയെ ആശങ്കയോടുകൂടി വീക്ഷിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മദീനയിലെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് ഒരു സഫ് പോലും ആളുകൾ തികയാത്ത അവസ്ഥയാണ് ഉണ്ടായത്. മുസ്ലിങ്ങൾ കൂട്ടത്തോടുകൂടി മതപരിത്യാഗികളായി, സക്കാത്ത് നിഷേധികൾ ഉണ്ടായിത്തീർന്നു. ഇസ്ലാമിനെതിരിൽ പടപ്പുറപ്പാടിന് ജൂതന്മാരും മുനാഫിക്കുകളും മുശ്രിക്കുകളും രംഗത്തിറങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിന്റെ ചരിത്രം ഇമാം അഹ്മദ് ബിൻ ഹംബൽ വിശദീകരിക്കുകയാണ്. എന്താണ് ആ കാലഘട്ടത്തിന്റെ കഥ? കൽ ഗനമി ഫിൽ ലൈലത്തിൽ മതീറത്തി ശാതിയ. അത്യന്തം ശൈത്യമുള്ള രാവിൽ ഘോരമായി പെരുമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലയാൻ വിധിക്കപ്പെട്ട ആട്ടിൻ പറ്റങ്ങളെ പോലെ നിസ്സഹായരായി തീർന്നു മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തിന് നേതൃത്വമില്ല. മുസ്ലിം സമുദായം അനാഥമായി തീർന്നു. അങ്ങനെ മണലാരണ്യത്തിൽ കൈവിടപ്പെട്ട അലയാൻ വിധിക്കപ്പെട്ട ആട്ടിൻ പറ്റങ്ങളെ പോലെയായി തീർന്നു വാസ്തവത്തിൽ ഈ സമുദായം. എന്താണ് കാരണം? ബിഫഖ്ദി നബിയിഹിം വഖില്ലത്തി അദുവിഹിം വഖില്ലത്തി അദദിഹിം വകസറത്തി അദുവിഹിം വർത്തിദാദിഹിം അനിദ്ദീൻ. പ്രവാചകൻ മരണപ്പെട്ടു പോയി. മുസ്ലിം സമുദായം മതപരിത്യാഗികളാൽ നിറഞ്ഞു. മുസ്ലിം സമൂഹത്തിന്റെ എണ്ണം ചുരുങ്ങി, ശത്രുക്കൾ പെരുത്തു. ഇത്തരം ഒരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് പറയുകയാണ്, ഉമറേ, നമുക്ക് ഇസ്ലാമിന് വേണ്ടി വീണ്ടും പ്രവർത്തിച്ച് നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാൻ താങ്കൾ എന്നോടൊപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു സാമാന്യ മുസ്ലിം ചെറുപ്പക്കാരൻ പറയുന്ന അതേ മറുപടിയാണ് വാസ്തവത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? യാ ഖലീഫത്ത റസൂലില്ലാഹ് ഇൽസം ബൈതക് വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലയോ റസൂലിന്റെ ഖലീഫ, ഈ നാട് നന്നാവാൻ പോകുന്നില്ല. ഈ സമൂഹത്തിൽ ആശാവഹമായ മാറ്റത്തിന്റെ കുളമ്പടി ശബ്ദം വിദൂരത്ത് പോലും കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് താങ്കൾ വീട്ടിൽ കുത്തിയിരുന്ന് മരിക്കുന്നതുവരെ ഇബാദത്തും ആരാധനയും അനുഷ്ഠാന കർമ്മങ്ങളും നമസ്കാരവും തഹജ്ജുദുമായി കഴിഞ്ഞുകൊള്ളൂ. ജനങ്ങളെ നന്നാക്കാനോ നാട് നന്നാക്കാനോ നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനോ താങ്കൾ മുതിരേണ്ടതില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം അബൂബക്കറിനോട് പറയുമ്പോൾ ആ കാലഘട്ടത്തിന്റെ ദൈന്യമായ അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ഉമറിനോട് ചോദിക്കുകയാണ്, യാ ഉമർ അജബ്ബാറുൻ ഫിൽ ജാഹിലിയ്യ വഖവ്വാറുൻ ഫിൽ ഇസ്ലാം. അല്ലയോ ഉമറേ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ധീരവീര ശൂര പരാക്രമിയായ താങ്കൾ ഇസ്ലാമിനൊരാവശ്യം വന്നപ്പോൾ ഭീരുവായി തീരുകയാണോ? ഇസ്ലാമിനൊരാവശ്യം വന്നപ്പോൾ ഭീരുവായി തീരുകയാണോ താങ്കൾ? എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഖ്യാതമായ ഒരു വാക്ക് പറയുന്നുണ്ട്, അയൻഖുസുദ്ദീൻ വ അന ഹയ്യുൻ, അയൻഖുസുദ്ദീൻ വ അന ഹയ്യുൻ, അയൻഖുസുദ്ദീൻ വ അന ഹയ്യുൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ദീനിന് ക്ഷതമേൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ മനോവീര്യം കെടുവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ സമുദായം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഉസാമത്ത് ബിൻ സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള പടയെ അദ്ദേഹം വിന്യസിക്കുന്നു. അദ്ദേഹം എല്ലാ മുസ്ലിം രാജ്യങ്ങളിലേക്കും ആളുകളെ അയക്കുകയും ഇസ്ലാമിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് നഷ്ടപ്രതാപവും നഷ്ടപ്പെട്ട അന്തസ്സും തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ദയനീയമായ ഒരവസ്ഥയെ ഈ സമുദായം നേരിട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രയാസപ്പെട്ട ഒരു സന്ദർഭം വാസ്തവത്തിൽ ഈ സമുദായത്തിന് കഴിഞ്ഞുപോയിട്ടില്ല. ഒരിക്കലും നിരാശപ്പെടേണ്ടവരല്ല നാം. ആശയോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണിതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെല്ലാം അരോചകമായാലും ശരി
ആർക്കെല്ലാം വിരോധമായാലും ശരി, ആരെല്ലാം വെറുത്താലും ശരി, ഈ ദീനെ തീർച്ചയായും വിജയിപ്പിക്കും. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളാണ് ജേതാക്കൾ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു. അവസാനം ഖലീഫ ഉമറിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിന് ശേഷം, ഉസ്മാനിന്റെയും അലിയിന്റെയും കാലഘട്ടത്തിന് ശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ യുഗം വന്നപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്തായിത്തീർന്നു എന്ന് ചരിത്രം സന്തോഷത്തോടുകൂടി അനുസ്മരിക്കുകയാണ്. അവിടെ സക്കാത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഇറാഖിലെയും പേർഷ്യയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ദൂതന്മാർ തിരിച്ചു വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ലയോ ഉമർ ബിൻ അബ്ദുൽ അസീസ്, അമീറുൽ മുഅ്മിനീൻ, എന്താണ് സംഭവം എന്നറിയാമോ? യാ അമീറൽ മുഅ്മിനീൻ, ജമഅന സക്കാത്ത് ഫലം അജിദ് ഫഖീറാ, സക്കാത്തെല്ലാം ഞങ്ങൾ സംഭരിച്ചിരിക്കുന്നു, പക്ഷേ സക്കാത്ത് ഏറ്റുവാങ്ങുവാൻ അർഹരായ സാധുക്കളെ തെരഞ്ഞിട്ട് ഞങ്ങൾക്കൊരിക്കലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഗവർണർമാർ മദീനയിൽ വന്ന് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അദ്ദേഹം പറയുന്ന നിവാരണ മാർഗം, ഇസ്തരി ബിഹാ റിഖാബൻ ഫഅതിഖ്ഹാ, അടിമകളെ പൈസ കൊടുത്തു വാങ്ങി മോചിപ്പിക്കൂ, ആ കാശ് കൊണ്ട് മുസ്ലിം സമുദായത്തിന് ആവശ്യമില്ലെങ്കിൽ അടിമത്ത മോചനത്തിന്റെ വിഷയത്തിൽ ആ കാശ് വിനിയോഗിക്കൂ എന്ന് പറയാൻ സാധിക്കുന്ന രൂപത്തിൽ സമ്പന്നമായ സമൃദ്ധമായ ഒരവസ്ഥ ഈ ഇസ്ലാമിക ലോകത്ത് വന്നുവെങ്കിൽ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ഘട്ടത്തിൽ ഖലീഫ ഹാറൂൻ റഷീദ് ബഗ്ദാദിൽ ഇരിക്കുമ്പോൾ മേഘത്തെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അയ്യത്തുഹ സഹാബ, അല്ലയോ മേഘമേ, ശർരിഖി ഔ ഗർരിബി വംതിരി ഹൈസു ശിഅതി ഫസയഅതീനി ഖറാജുകി, അല്ലയോ മേഘമേ, നീ കിഴക്ക് പോയാലും പടിഞ്ഞാറ് പോയാലും സമൃദ്ധമായി പെയ്തുകൊള്ളൂ, നീ എവിടെ പെയ്താലും ഇസ്ലാമിക സമൂഹത്തിന്റെ ബൈത്തുൽ മാലിലേക്ക് ആ വിഹിതം തീർച്ചയായും നികുതിയുടെയും ഖറാജിന്റെയും സക്കാത്തിന്റെയും സദഖയുടെയും രൂപത്തിൽ വന്നുകൊള്ളും എന്ന് പറയാൻ മാത്രം ശക്തമായ ഒരവസ്ഥ മാറ്റിക്കൊടുക്കുവാൻ മുസ്ലിം സമൂഹത്തിന് സാധിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയൂ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആത്മാർത്ഥമായ ആസൂത്രിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും മുഖച്ഛായ മാറ്റുവാനും അതേപോലെയുള്ള ആത്മവിശ്വാസം സ്ഫുരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും കരുത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയുകയില്ലേ? തീർച്ചയായും കഴിയും. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.